എനിക്ക് മഞ്ഞ കാർഡായതുകൊണ്ട് എനിക്ക് ഗോതമ്പ് കിട്ടും. അപ്പോൾ അതിൽ നിന്നൊരു 1.5 ഗ്ലാസ് ഗോതമ്പ് എടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ട് ഒരു 11 മണിയായപ്പം. എന്നിട്ടത് ചതച്ചപ്പോൾ വീഡിയോ പിടിക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ ഓർത്തത് അതൊന്ന് വീഡിയോ പിടിച്ചിട്ട ആൾക്കാർക്ക് അതൊരു പ്രയോജനമാവുമല്ലോ. ഇത് ഒന്ന് ചതച്ച് കുതിർത്തിട്ട് ഒന്ന് ചതച്ചിട്ട് നമുക്കിത് കഞ്ഞിയാക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടണം. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് അതിൻ്റെ നീര് ആദ്യം ഞാൻ എടുത്ത് മാറ്റി. ചിലപ്പോൾ കുക്കറിനകത്ത് വെക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം അതിൻ്റെ നീര് മാറ്റിയിട്ട് അതിൻ്റെ ഗോതമ്പ് മാത്രം വേവിക്കാം. അത് കുതിർന്നപ്പോൾ അരഞ്ഞ സമയത്ത് നല്ല പാല് പോലായിട്ടുണ്ട്. അത് ചിലപ്പോൾ കുറുകാൻ സാധ്യതയുണ്ട്. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ ഗോതമ്പ് കഞ്ഞി പോയി. മണം വന്നപ്പോഴേ ഞാൻ ഇറക്കി. ഉണ്ടോ, അടുക്കി പിടിച്ച്. അതുകൊണ്ട് ഇനി ചരുവത്തിൽ വെച്ചാൽ മതി. ഞാൻ അതിൽ നിന്ന് വെളിയിൽ നിന്ന് മാറ്റി ഇനി നമുക്ക് ആ ചതച്ച് വെച്ചേക്കുന്ന ആ വെള്ളം പിഴിഞ്ഞ് മാറ്റി വെച്ചില്ലേ, അതും കൂടെ ഒഴിച്ച് നമുക്കത് കഞ്ഞി ആക്കിയെടുക്കാം. ഇതാണ്ട് അത് ഒഴിക്കുക. കുക്കറിനകത്ത് വളരെ ശ്രദ്ധിക്കണം. ഇതാ മൊത്തം കുറച്ച് അടുക്കി പിടിച്ചാൽ മേളിൽ നിന്ന് എടുത്തതാ. മണമൊന്നും വന്നില്ല. നമ്മുടെ കഞ്ഞി റെഡി. അടുക്കി പിടിച്ച മണമൊന്നുമില്ല. പക്ഷേ ഗോതമ്പ് ഒരുപാട് ചതഞ്ഞ് കുഴപ്പമില്ല. നമുക്കൊരിച്ചിരി തേങ്ങ തിരുവി ഒന്ന് ചതച്ചിടാം. അപ്പോൾ പൊന്ത് പോലെ കിടക്കത്തില്ല. നല്ല ടേസ്റ്റ് കഞ്ഞി കേട്ടോ, എല്ലാവരും വെക്കണം. ഞാൻ ഇതിനുമ്പ് ഗോതമ്പ് എനിക്ക് പോത്തുള്ളപ്പം രാവിലെ ഗോതമ്പ് ഫുള്ള് വാരി വെള്ളത്തിൽ ഇടും. എന്നിട്ട് വൈകിട്ട് പിന്നെ അത് പുഴുങ്ങിയിടും. പുഴുങ്ങിയിട്ട് രാവിലെ പോത്തിന് കൊടുക്കും. അപ്പം നല്ല വേവൊക്കെ ഉണ്ട്. അതാണ് ഞാൻ കുക്കറി വെച്ച് നോക്കിയത്. പക്ഷേ കുക്കറി എന്നെ ചതിച്ച്. നമുക്ക് ഇങ്ങനെ ചരുവത്തിൽ തന്നെ വെച്ചാൽ മതി. ആദ്യത്തെ പാല് ചതയ്ക്കുമ്പോൾ മാറ്റി വെക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടാൻ പാടാണ്. എന്നിട്ട് ലാസ്റ്റ് ഇട്ടാൽ മതി. അങ്ങനെ നമ്മുടെ ഗോതമ്പ് കഞ്ഞി റെഡി. ഒക്കെ എല്ലാവരും വെച്ച് കുടിക്കണം കേട്ടോ, സൂപ്പറാ. നമ്മുടെ ഗോതമ്പ് കഞ്ഞി ഉണ്ടാ ആറുമ്പോൾ നല്ല പരുവായിരിക്കും. നല്ല കഞ്ഞിയാട്ടോ, എല്ലാവരും ഉണ്ടാക്കി കുടിക്കണേ. ഇച്ചിരി തേങ്ങ തിരുവി ഇടുമ്പോൾ അതൊരുമാതിരി വായിക്കടിക്കും. ഒരു ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് ചതച്ച് അങ്ങോട്ടിടാമെങ്കിൽ നല്ല പാലും ഇറങ്ങിയ തേങ്ങയും ഒന്ന് അരയണ്ട, ഒന്ന് ചതഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് ഇതിന് തോരൻ വെച്ചാലോ. ഗോതമ്പ് കഞ്ഞിക്ക് ഉപ്പേരി എടുത്ത് ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, എല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉള്ളി എല്ലാം കൂടെ വഴറ്റിയെടുക്കും. വഴന്ന് നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇടാം. ഇരുട്ടായതുകൊണ്ട് കളറിങ്ങനെ തോന്നുക, കരിഞ്ഞതൊന്നുമില്ല. എന്നിട്ട് നമുക്ക് പയറിടാം. പയർ കുക്കറിൽ പുഴുങ്ങി വെച്ചതാണ്. തേങ്ങയുടെ ആവശ്യമില്ല നമുക്ക് ഉപ്പേരിക്ക്. ഇങ്ങനെ നമ്മുടെ ഗോതമ്പ് കഞ്ഞിയുടെ പയറുപ്പേരി ഒക്കെ ഞാൻ മുളക് ഇട്ടിട്ടില്ല. കുട്ടികൾക്ക് മുളക് പൊടി വേണ്ട, ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ടുന്നവർക്ക് മുളക് പൊടി ഇടാം. എല്ലാവരും ഇത് വെച്ച് നോക്കണം കേട്ടോ, സൂപ്പറാണ്. ഓക്കേ.